നിർണായകമായ ചില വിവരങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും പെൺകുട്ടികൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ മൂവിംഗ് ആണ് എന്നത് ചില സൂചനയും അല്പം മുമ്പ് താനൂർ ഡിവൈഎസ്പി നമ്മളോട് പങ്കുവെക്കുകയുണ്ടായിരുന്നു. സമീർ ബിൻ കരീമിനൊപ്പം അദ്ദേഹം ചേരുകയുണ്ടായിരുന്നു. ഏതായാലും ഉടൻ തന്നെ ഈ പെൺകുട്ടികളെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥ സംഘം പങ്കുവെക്കുന്നത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, കേരള പോലീസ്, മലപ്പുറത്തെ പോലീസും താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘവുമൊക്കെ അങ്ങേയറ്റം തിരക്കിട്ട പരിശ്രമങ്ങളിലാണ്. ഇവരുടെ ലൊക്കേഷൻ അത് മൂവിംഗ് ആണോ, അല്ലെങ്കിൽ എവിടെയാണ് ഇവരുടെ കൈവശമുള്ള ഫോണിൻ്റെ നമ്പർ ആ സിം ലൊക്കേറ്റ് ചെയ്യാനോ മറ്റോ സാധിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഗൂഗിൾ നിലവിൽ ഈ കുട്ടികളുള്ള ലൊക്കേഷൻ കൃത്യമായി തന്നെ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ലൊക്കേഷൻ പോലീസിന് നിലവിൽ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ലൊക്കേഷനിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് താനൂർ ഡിവൈഎസ്പി ഓഫീസിലാണ്. അല്പസമയം മുൻപ് അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ്. ഈ മുംബൈയിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു സൂചന തന്നെയാണ് പോലീസിനും ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. ലൊക്കേഷനിൽ കാര്യമായ ഒരു മാറ്റം കഴിഞ്ഞ 30 മിനിറ്റിൽ ഇല്ല എന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസിലേക്ക് അല്ലെങ്കിൽ ലൊക്കേഷനിലേക്ക് ഉടൻ തന്നെ എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, താനൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ ഈ നിലവിലൂടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ നിരവധി ഫോൺ കോളുകളുമൊക്കെയായി പോലീസ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നു. സർ, എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നു? നമുക്ക് ഇപ്പോൾ നിലവിലോ അപ്ഡേറ്റ് ആയിട്ടില്ല. ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. മൂവിംഗ് ആണോ നിലവിൽ? മൂവിംഗ് ആണ്. നമ്മൾ ലൊക്കേറ്റ് ചെയ്ത ഭാഗത്തേക്ക് ആളുകൾ പോയിട്ടുണ്ടോ? എങ്ങനെയാണ്? നമ്മളെ കുറച്ച് ഇവിടുത്തെ പോലീസുകാരുടെ കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്, സുഹൃത്തുക്കൾ. അവരവിടെ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല. ശുഭകരമായ പ്രതീക്ഷയിലാണ് നമ്മൾ. ഏതായാലും ചെറിയ തരത്തിൽ ഈ കുട്ടികൾ മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഉടൻ തന്നെ അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയും. ചില സന്നദ്ധ പ്രവർത്തകരും മലയാളികളും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് ആ ഭാഗത്തേക്ക് തെരച്ചിൽ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ എത്തിപ്പെടാനുള്ള ശുഭപ്രതീക്ഷയാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 30 മിനിറ്റായി ഏതാണ്ട് ഒരേ ഭാഗത്ത് തന്നെയാണ് കുട്ടികൾ ഉള്ളത് എന്ന് തന്നെയാണ് ഈ പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും വളരെ വിശദമായ ഒരു തിരച്ചിൽ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ 5 മിനിറ്റ് കൂടുന്തോറും പോലീസ് ആ ലൊക്കേഷൻ എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ കൃത്യമായ ഒരു ഏകോപനവും നിരീക്ഷണവും ഒക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി തന്നെ ഈ താനൂർ ഡിവൈഎസ്പി ഓഫീസിൽ നേരിട്ടെത്തിക്കൊണ്ട് വിഷയങ്ങൾ ഏകോപിപ്പിച്ച് ഒരു നിരീക്ഷണവും ചർച്ചയും ഒക്കെ തന്നെ നടത്തിയതിനു ശേഷമാണ് ഒരു കാര്യമായ ഒരു കാര്യം, ഈ കുട്ടികളുടെ കൈവശം ഫോണില്ല, അവരുടെ കയ്യിൽ ഫോണില്ല എന്നതാണ് സലൂൺ ഉടമയോട് മുംബൈയിൽ വെച്ച് ഇവർ പറഞ്ഞത്. അത് രജിസ്റ്ററിൽ പേര് നമ്പർ എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നറിയില്ല. ഈ നമ്മളോട് പ്രതികരിച്ച അസ്ലം എന്താണ് പറയുന്നത്? ഇവരുടെ കൈവശം ഫോൺ ഉണ്ടായിരുന്നു, ഒരു പഴയ ഫോൺ വാങ്ങി എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇവരുടെ കൈവശം ഇപ്പോൾ പുറം ലോകവുമായി അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി ബന്ധപ്പെടാൻ കഴിയുന്ന എന്തെങ്കിലും ഡിവൈസ് ഉള്ളതായി ഉറപ്പിക്കാനാവുന്നുണ്ടോ? നിലവിൽ പെൺകുട്ടികളുടെ കൈവശം മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോണിന്റെ IMEI നമ്പർ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഈ ലൊക്കേഷൻ. ഒരു നിമിഷം, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യം, അത് ഏറ്റവും ഒടുവിൽ ഈ പെൺകുട്ടികളുടേത് ലഭിച്ച അവരുടെ ലൊക്കേഷനാണ്. ആ ലൊക്കേഷനാണ്, അതിൽ ചുവപ്പടയാളത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലാണ് ഇവർ ഏറ്റവും അവസാനം ഇവരുടെ സിഗ്നൽ ലഭിച്ചത്. മൊബൈൽ സിഗ്നലാണെന്ന് മനസ്സിലാക്കുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ഇതൊരു റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന സ്ഥലമാണ് എന്ന് ഈ മാപ്പിൽ, ഈ സാറ്റലൈറ്റ് ഇമേജിൽ നിന്ന് മനസ്സിലാകുന്നു. ഏത് പ്രദേശമാണിത്? അവിടേക്ക് ആളുകൾ എത്തിയിട്ടുണ്ടോ? ഗൂഗിൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, അതായത് നേരത്തെ സലൂണിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറിയുള്ള ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ CST റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. അതുകൊണ്ട് CST റെയിൽവേ സ്റ്റേഷന് സമീപത്ത് തന്നെ കുട്ടികൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ വിവരം നമ്മളിവിടെയുള്ള പ്രവർത്തകരൊക്കെ, മലയാളികളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. കുട്ടികളെ തിരയാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CST റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കൂടി ഇപ്പോൾ തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പൻവേലിലായിരുന്നു നമ്മൾ കാര്യമായി തെരഞ്ഞത്. ഒരുപക്ഷെ പൻവേലിലേക്ക് കുട്ടികൾ പോകാനുള്ള സാധ്യതയായിരുന്നു നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഈ CST റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച് കുട്ടികളുടെ ഈ മൊബൈൽ ഫോൺ ഓൺ ആയതായുള്ള വിവരം, നിർണായകമായ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത, അതുകൊണ്ട് ഏറ്റവും നിർണായകമായ വിവരമാണ് ഇത്. അതുകൊണ്ട്
CST റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ഇപ്പോൾ തെരച്ചിൽ പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നമ്മൾ നൽകിയ വിവരം അനുസരിച്ച് ഇവിടെയുള്ള നേരത്തെ ഈ സലൂണും പരിസരത്തും ഒക്കെ തന്നെ പരിശോധിച്ച ആളുകളൊക്കെ തന്നെ ഇപ്പോൾ CST റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കൂടുതൽ പരിശോധന കേന്ദ്രീകരിക്കുകയാണ്. നമ്മൾ പൻവേലിലേക്കുള്ള യാത്രയിലായിരുന്നു. ഒരുപക്ഷെ അവിടെ നിന്ന് കണ്ടെത്താനുള്ള ഒരു സാധ്യത കൂടി പരിഗണിച്ച് ഇപ്പോൾ തിരിച്ച് തുടരുക. ഇപ്പോൾ താനൂർ ഡിവൈഎസ്പിയുടെ പ്രതികരണം വരുന്നു. അവിടെ തന്നെ തുടരുന്നുണ്ടോ? റഹീമിനെ ഇപ്പോൾ വിളിച്ചപ്പോൾ പിന്നെ തുടരണമെന്നാണ് പറയണത്. എന്തായാലും നമ്മളും കൂടെ അവിടെ ചെന്ന് പരിശോധിച്ച് എന്താണ് റഹീം പറയുന്നത് ശരിയാണോ, അതിന് വ്യത്യസ്തമാണോ എന്നൊക്കെ നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് ഈ രാവിലെ തന്നെ പോലീസ് സംഘം തിരിക്കും. അത് അന്വേഷണം ഇതിലാണ് പറയാം. ഈ നിലവിൽ മുംബൈ പോലീസിനെ കാര്യങ്ങൾ അറിയിക്കുക, അതുപോലെ തന്നെ മുംബൈയിലുള്ള ഭരണകൂടമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതെ, നമ്മുടെ SP സാറ് അതിനു വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഇത് FIR ഇട്ടപ്പോൾ തൊട്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവർ മൂന്നുപേരും ഒരുമിച്ചാണ് കോഴിക്കോട് നിന്ന് പോയത്. കോഴിക്കോട് നിന്ന് ഒരുമിച്ച് പോയെന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ പറച്ചിലാണ്, എങ്കിലും അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ യുവാവിനുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്തതടക്കം ഈ പെൺകുട്ടികളാണ് എന്നുള്ളതാണ് റഹീം പറയുന്നത്. റഹീം പറയണത് അവൻ എടുത്തു കൊടുത്തു എന്നാണ്. റഹീമിൻ്റെ കൈ എടുത്തു കൊടുത്തു എന്നാണ് പറയണത്. അവരുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് പിന്നെ ബ്യൂട്ടി പാർലർ അവർ ധാരാളം പൈസ ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ നമ്മൾ വലിയ ബോധമല്ല. അത് കണ്ടെത്തുക എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് നമ്മൾ ആദ്യം പരിഗണിക്കുന്നത്. സഹകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ എത്തിച്ചല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അയാൾ തിരിച്ചു പോകാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം കുട്ടികളെ സഹായിച്ചു എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോഴും ആ കുട്ടികളെ ഒപ്പം തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്നുണ്ടോ? പോലീസുകാർ കോണ്ടാക്ട് ഉണ്ടോ റഹീമിന്? കോണ്ടാക്ട് ഉണ്ട്. പോലീസ് കോണ്ടാക്ട്. നിലവിലിപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങിയതായിട്ടോ ഉപയോഗിക്കുന്നതായിട്ടോ നമുക്ക് അറിവില്ല. നിലവിലുള്ള കൈവശമുണ്ട് എന്ന് പറയുന്ന ഫോൺ സ്വിച്ച് ഓഫാണ്. റഹീം നേരത്തെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് പെൺകുട്ടികൾ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ അവിടെ നിന്ന് വാങ്ങി എന്നുള്ളതാണ്. അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ആ രീതിയിലൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. റഹീമായിട്ട് നിരന്തരം ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട് പോലീസ്. ഉണ്ട്. ഓക്കെ. താനൂർ DYSP ആണ് പ്രതികരിച്ചത്. ഈ പെൺകുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത് എന്ന് സ്ഥിരീകരിക്കുന്ന റഹീം അസ്ലം, അയാൾ പറഞ്ഞ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഏതായാലും ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അത് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ പങ്കുവെക്കുന്നത് ആ പെൺകുട്ടികളുടെ ടവർ ലൊക്കേഷൻ, അവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ, അതാണിപ്പോൾ ആ സാറ്റലൈറ്റ് ഇമേജിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. CST റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ഏറ്റവും അവസാനമായി അവരുടെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുക. ഏതായാലും അതിനടുത്ത് തന്നെ അവരുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘവും ഒപ്പം മലയാളി സമാജവും അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ തിരിച്ചിട്ടുമുണ്ട്. ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.